അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇരുന്ന് കൊണ്ടാണ് കേട്ടോ നമ്മൾ കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞത്. അതിനൊരു കാരണം ഉണ്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയതാണ് കേട്ടോ ഒരു കാല് കടച്ചിൽ. എന്താ പറയുക, ആളിട്ട് കണ്ട് നട്ടം നിരക്കേണ്ട ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ നല്ല കാലിങ്ങനെ കടഞ്ഞിട്ട് ഇങ്ങനെ വെയ്യട്ടാ. അത് കാരണം എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴൊക്കെ നല്ലൊരു ബുദ്ധിമുട്ടിട്ടാ. ഇല്ല, രാവിലെ ആയപ്പോഴത്തേന് കുറച്ചൊക്കെ കുറവുണ്ട്, എന്നാലും അതിൻ്റെ ഒരു ഹാങ് ഓവർ അങ്ങോട്ട് വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഇത്തിരി പൊതുവേ ഞാൻ വൈകുന്നേരം നോമ്പറന്നലൊക്കെ കഴിഞ്ഞ് നോമ്പറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസ്തിരി ഇടാനുള്ളതൊക്കെ കണ്ട് ഇസ്തിരി ഇട്ട് മടക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ അത് കാരണം ഇസ്തിരി ഇടാൻ നിന്നിട്ടില്ല. പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും എന്താ പറയുക, ഇത് കൂടുതലാവാന്നല്ലാണ്ട് കുറയൂലല്ലോ. നമ്മൾ തന്നെ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഇസ്തിരി ഇടേണ്ടി വരും. അന്നോട്ട് പിന്നെ എന്ത് ചെയ്ത് ഞാൻ തന്നെ രാവിലെ തന്നെ അങ്ങോട്ട് ഇരുന്നങ്ങാണ്ട് ഇസ്തിരി ഇടുന്ന പരിപാടി കണ്ട് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഏതായാലും നിന്ന് ഇസ്തിരി ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു. കാരണം 2 ദിവസത്തെ ഇസ്തിരി ഇടാണ്ടായിരുന്നിട്ടാ. അപ്പോൾ പിന്നെ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ പൊതുവേ മോളെ സ്റ്റഡി ടേബിൾ ക്യാബിനറ്റിൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇസ്തിരി ഇടൽ. അപ്പോൾ ഇന്ന് എന്ത് ചെയ്ത്, ഏതായാലും കാല് അടഞ്ഞിട്ട് വെയ്യാലോ, ഇതാവുമ്പോൾ ഇരുന്നിട്ടും കിടന്നിട്ടും എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ടിട്ടൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ട് താഴെ 2 ഷീറ്റ് അങ്ങോട്ട് വിരിച്ചങ്ങാണ്ട് അതിൽ വെച്ചങ്ങാണ്ട് അങ്ങോട്ട് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ 2 ഇസ്തിരി ഇട്ട് എന്നാൽ പിന്നെ നിങ്ങളായിട്ടും കുറച്ചങ്ങോട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുതിട്ട് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടാവുന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലുണ്ടാകും നമ്മൾ ലോങ് ആയാലും ഷോർട്ട്സ് ആയാലൊക്കെ ഇടുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം കേട്ടോ. നമുക്ക് എങ്ങനെയെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും ഒന്ന് ക്ലിക്കാവണമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നതും ഓരോ ദിവസം ഓരോ വീഡിയോസ് ഇടുന്നതും കേട്ടോ. അപ്പോൾ നമുക്ക് വലിയ യൂട്യൂബർ ആവണം അങ്ങനെ ഒന്നുമില്ല, എന്നാലും എന്താ പറയുക ചെറിയ രീതിയിലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് കിട്ടണം എന്നുള്ള ആ ഒരൊറ്റ പ്രതീക്ഷയിൽ മാത്രം തന്നെ ഉണ്ട് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നതും ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മളെ ചെറിയതായ രീതിയിലുള്ള സന്തോഷങ്ങളും നമ്മളെ അടുക്കള വിശേഷങ്ങളും നമ്മളെ യാത്രകളും നമ്മുടെ ചെറിയ ലോകത്തുള്ള കുഞ്ഞു വിശേഷങ്ങൾ അതെല്ലാം ഉൾക്കൊള്ളിച്ചതാണ് കേട്ടോ നമ്മുടെ ഈ ചാനലുള്ളത്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മടിക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ നമ്മൾ ഇസ്തിരിടൽ അവിടെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക അത്ര വലിയ സ്പീഡൊന്നുമില്ല കേട്ടോ, മെല്ലെ ഉണ്ട് പോണത്. പിന്നെന്താ പറയുക മോളും കാക്കിയൊക്കെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ വീടാകെ ഒരു ശോകമാണ് കേട്ടോ. മറ്റേത് അവരൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏത് നേരം ഇങ്ങനെ ഓരോന്ന് കലവിൽ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ നമുക്കതൊരു സമാധാനമാണല്ലോ. അപ്പോൾ അവരൊക്കെ കണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂഡ് ഓഫ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ലോകം എന്ന് പറഞ്ഞാൽ അടുക്കളയിലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് സമയം കളയൂട്ടാ. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഉച്ചക്കാലെത്തും ചെയ്യൂട്ടാ. മറ്റേത് വീഡിയോ എടുത്തരാനൊക്കെ എൻ്റെ കൂടെ അങ്ങനെ നിൽക്കൂട്ടാ. ആദ്യമൊക്കെ ഫുള്ള് സജീവമായിട്ട് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു, വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നോട് ഒരു ഉമ്മച്ചി കൊടുത്തോന്ന് പറഞ്ഞാണ്ട് വീഡിയോ എടുത്തരാനൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടെ നിൽക്കൂട്ടാ. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളുണ്ടാകുമ്പോൾ അതും നമുക്കൊരു ആശ്വാസമല്ലേ. പിന്നെ ഇപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പണീൻ്റെ തിരക്കായതുകൊണ്ട് അങ്ങനെ സമയം പോണതും അറിയില്ലല്ലേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലുള്ളത് ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് കേട്ടോ മുന്നോട്ട് പോണത്. അങ്ങനെ ഓരോന്ന് അങ്ങനെ ഇസ്തിരി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇസ്തിരി ഇടുന്നത് നമ്മളങ്ങനെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നല്ല കേട്ടോ. മോളെ യൂണിഫോമും പിന്നെ എന്തെങ്കിലും പുറത്ത് പോയി പുതിയ ഡ്രസ്സുകൾ ഉണ്ടാകുമ്പോൾ പിന്നെ അതേപോലെ കാക്ക പണിക്കോണ ഡ്രസ്സുകൾ ഇത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞാൻ അവിടെ ഇരുന്ന് ഇസ്തിരി ഇടുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ രാവിലെ കാക്ക പോകുമ്പോൾ എന്നോട് ചോദിച്ചിരുന്നു ഇതെന്താ ഇപ്പോൾ ചെയ്യണേന്നുള്ളത് കേട്ടോ. പക്ഷേ ആൾക്കറിയാം ഇന്നലെ കാല് കടച്ചിലായിട്ട് ഇങ്ങനെ വെയ്യാന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇരുന്ന് ഇസ്തിരി ഇടുന്നത് എന്നിട്ടാ. നിന്ന് ഇസ്തിരി ഇടാൻ വേണ്ടി നോക്കിയതുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഷർട്ട് ഇസ്തിരി ഇടുമ്പോഴത്തേന് കാല് ഭയങ്കര കടച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് എവിടെ എത്തൂല. ഇവിടെ ഇങ്ങനെ ഇസ്തിരി ഇടുമ്പോൾ ഇടയ്ക്കൊന്ന് കാലങ്ങോട്ട് നീട്ടി വെക്കാം, ഇടയ്ക്കൊന്ന് കാല് മടക്കി വെക്കാം. പിന്നെ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി ഒന്നാണ്ട് കട്ടിൽ കയറിയിരിക്കാലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഇരുന്ന് ഇസ്തിരി ഇടാൻ നിന്നിട്ടാ. അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാനിങ്ങനെ തറയിലിരുന്ന് ഇസ്തിരി ഇടലിട്ടാ. അങ്ങനെ ക്യാബിനറ്റ് വേണം ആ ഒരു നിർബന്ധമൊന്നും എനിക്കില്ല കേട്ടാ. അങ്ങനെ എന്തായാലും നമ്മൾ ഇസ്തിരിടലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ടാ. പിന്നെ യൂണിഫോമും ഇസ്തിരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ ഇസ്തിരി ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ. മോൾ ഇസ്തിരി ഇടും കേട്ടോ. അവൾക്ക് നമ്മൾ പിന്നെ ഇസ്തിരിപ്പെട്ടി അതാത് പൊസിഷനിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ യൂണിഫോമും കാര്യങ്ങളൊക്കെ അവൾ ഇസ്തിരി ഇടും. പിന്നെ രാവിലെ തന്നെ ഇപ്പോൾ ഈ നോമ്പും കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ പിന്നെ മോളെ കൊണ്ട് ഇസ്തിരി ഇടിക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നോമ്പ് നോറ്റാകുമ്പോൾ ചിലപ്പോൾ കുറച്ച് നേരം കൂടി രാവിലെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. ഏകദേശം 8:45 അവൾക്ക് സ്കൂൾക്ക് പോകണം. എപ്പോൾ പിന്നെ രാവിലെ തന്നെ നേരത്തെ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് സ്കൂളിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളി നനം കഴിഞ്ഞാൽ കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു ഇത്തിരി നേരം അവിടെ കിടക്കാനും നിൽക്കും. അപ്പോൾ പിന്നെ ഇനി വെറുതെ പാവല്ലേ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ രാവിലെ യൂണിഫോമൊക്കെ കണ്ട് ഇസ്തിരി ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം ഏകദേശം എൻ്റെ ഇസ്തിരിയുടെ അവിടെ കഴിഞ്ഞിട്ടാ. ഇനി ഇവിടെ കട്ടുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ പുറത്ത് പോയിരുന്നിട്ടാ.
അങ്ങനെ ഇത്രയൊക്കെ ഉള്ളിട്ട് നമ്മളെ വീഡിയോ. അപ്പോൾ മറക്കരുത് കേട്ടോ, പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ ഫുള്ള് സപ്പോർട്ട് ഉണ്ടാകുന്ന ഒറ്റ പ്രതീക്ഷയിലുണ്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത്.